ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടകൻ ജ്ഞാനായ സമുദായത്തിൻ്റെ വലിയ മെത്രാപ്പോലീത്ത, ഈ യോഗത്തിൻ്റെ ഇന്നത്തെ അധ്യക്ഷൻ, സുവിശേഷ സമാജത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ഇത്രയും ബഹുമാനപ്പെട്ട ബെന്നി എബ്രഹാം മാമലശ്ശേരിലച്ചൻ, ജ്ഞാനായ അസോസിയേഷൻ പ്രസിഡന്റും വികാരി ജനറാളുമായ വന്യ വി ഐ എബ്രഹാം ഇളയശ്ശേരിലച്ചൻ, ജ്ഞാനായ കൺവെൻഷന്റെ ജനറൽ കൺവീനർ, മുൻ സുവിശേഷ സമാജം ജനറൽ സെക്രട്ടറിയുമായ എം പി തോമസ് മംഗലത്ത്, സുവിശേഷ സമാജത്തിന്റെ ട്രസ്റ്റി സജി മുണ്ടയ്ക്കൽ, സുവിശേഷ സമാജത്തിന്റെ ജോയിന്റ് സെക്രട്ടറി തങ്കച്ചൻ ഇടയാടിച്ചിറ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീകളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസി സമൂഹമേ, സുവിശേഷകരെ, പരിശുദ്ധ സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പേതൃത്വ മുതൽ ഉയർപ്പ് പെരുന്നാൾ വരെയുള്ള 50 ദിവസം ഈ യാത്രയ്ക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നതിന് വേണ്ടി സുവിശേഷമായും ഒരുക്കുന്നതാണ് ഈ ജ്ഞാനായ കൺവെൻഷൻ. ദൈവകൃപയാൽ കഴിഞ്ഞ 22 വർഷങ്ങളായി ഈ കൺവെൻഷൻ ഇതുപോലെ ദൈവകൃപയാൽ നടത്തുവാൻ, വളരെ അനുഗ്രഹപ്രദമായി നടത്തുവാൻ ദൈവം സഹായിച്ചു. പുതിയ തലമുറയ്ക്ക് വിശ്വാസം പകരുന്നതിനും നമ്മൾ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുന്നതിനുമൊക്കെ ഈ കൺവെൻഷനിലൂടെ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. ഏതാണ്ട് 8.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപീകൃതമായ ഈ ജ്ഞാനായ സമുദായത്തിലെ തന്നെ ആദ്യത്തെ ഭക്തസംഘടനയാണ് ജ്ഞാനായ സുവിശേഷമായി. വാസ്തവത്തിൽ ഇന്ന് വളരെ ശക്തിയോടെയും ശോഭയോടെയും പ്രവർത്തിക്കുന്ന വനിതാ സമാജവും സൺഡേ സ്കൂൾ പ്രസ്ഥാനവും ഒക്കെ ജ്ഞാനായ സുവിശേഷ സമാജത്തിൽ നിന്ന് ജന്മമെടുത്തതാണ്. നമ്മുടെ കർത്താവിന്റെ നസ്രത്ത് മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ശുദ്ധമുള്ള ലൂക്കോസ് സബ്രോനോ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുവിശേഷ സമാജത്തിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, തീർച്ചയായും സുവിശേഷം അറിയിക്കുക നടത്തി വരുന്നു. ദരിദ്രരെയും വിധവമാരെയും മറന്നുകൊണ്ടുള്ള ഒരാത്മീയ പ്രവർത്തനവും പൂർണ്ണമാകുകയില്ല. അവരെ മറന്നുകൊണ്ട് ജീവകാരുണ്യങ്ങൾ പ്രവർത്തനം നടത്താതെ എന്ത് ആത്മീയ പ്രവർത്തനം നടത്തിയാലും വാസ്തവത്തിൽ അത് ദൈവപ്രസാദമായി തീരും എന്ന് ഞാൻ കരുതുന്നില്ല. സുവിശേഷമായത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമുക്കറിയാം, ഇതുപോലെ ജ്ഞാനായ കൺവെൻഷൻ, പാരിഷ് മിഷൻ, വിശ്വാസ വേദപഠന ക്ലാസുകൾ, അതുപോലെ ധ്യാനയോഗങ്ങൾ, ശുദ്ധീകരണ ധ്യാനങ്ങൾ, ഇടവക തലത്തിൽ നടത്തുന്ന കൂട്ടായ്മകളൊക്കെ നടത്തുന്നുണ്ട്. അതേ പ്രാധാന്യത്തോടെ തന്നെയാണ് സുവിശേഷമായും അതിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ദൈവസ്നേഹത്താൽ ഒരാൾ നിറയപ്പെടുമ്പോൾ പരപ്രേരണ കൂടാതെ ചെയ്യുന്ന ഒന്നാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുവാനായിട്ട് വ്യഗ്രത കാട്ടാറുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ദൈവത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് പലതും ചെയ്യാറുണ്ട്. എന്നാൽ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമ്മുടെ കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, രോഗികളെ സന്ദർശിക്കുക, ദരിദ്രനെ അവന് ആവശ്യം പറഞ്ഞ് സഹായിക്കുക, നഗ്നന് വസ്ത്രം കൊടുക്കുക, രോഗികളെ സന്ദർശിക്കുക, തടവയിൽ കിടക്കുന്നവരെ പോയി കാണുക, ഇങ്ങനെയുള്ള അതായത് ആവശ്യത്തിലിരിക്കുന്നവരെ ചെന്ന് കണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത്. അത് കർത്താവ് പറയുന്നുണ്ട്, ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുവൻ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്കാകുന്നു ചെയ്തത്. കർത്താവ് പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, ദരിദ്രരെ സഹായിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട്, നഗ്നനെ ഉടുപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് പറയാണ്, ഈ ചെറിയവരിൽ ഒരാൾക്ക് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് മറ്റുള്ളവരെ സഹായിക്കുക, ആവശ്യത്തിലിരിക്കുന്നവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ നോമ്പുകാലത്ത് നമസ്കാരക്രമങ്ങളിൽ, പ്രത്യേകിച്ച് വ്യാഴാഴ്ച നാളെ 9-ാം മണിയുടെ നമസ്കാരത്തിൽ ഒരു വലിയൊരു ഗീതമുണ്ട്, യാക്കോബിന്റെ ബോവൂസ എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ പറയുന്നുണ്ട്, നോമ്പുകാരനായ നീ ദരിദ്രനെ വിളിച്ച് അവന് ഭക്ഷണം കൊടുക്കണം. അവൻ ഇങ്ങോട്ട് വന്നിട്ടല്ല, നീ അവന്റെ അടുക്കലോട്ട് ചെന്ന് അവന് ഭക്ഷണം കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് തുടർന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ആ പ്രാർത്ഥനയിൽ പറയാണ്, ദരിദ്രൻ നിന്റെ അടുക്കൽ മുട്ടുമ്പോൾ, ദരിദ്രൻ നിന്റെ അടുക്കൽ വന്ന് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി യാചിക്കുമ്പോൾ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് ഒഴിയുകയല്ല വേണ്ടത്. അങ്ങനെ പറയുന്നത് ദൈവപ്രസാദകരമല്ല. എന്നാൽ നീ തിരിച്ച് അവനെ സഹായിച്ചതിന് ശേഷം ഈ ദൈവം നിന്നെ സഹായിക്കും എന്നുള്ള വാക്യം പറഞ്ഞാൽ അതാണ് ദൈവപ്രീതികരം എന്ന യാക്കോബിന്റെ ബോവൂസയിൽ വളരെ
വ്യക്തമായിട്ട് പറയുകയാണ്. അതുതന്നെയാണ് പത്രോസ് അപ്പോസ്തലനും തന്റെ ലേഖനത്തിനകത്ത് വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷമായത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നത്. സുവിശേഷമായത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് വിധവാ സഹായമാണ്. നമുക്കൊക്കെ അറിയാം വിധവാ സഹായം. വിധവമാരായ പാവപ്പെട്ട അമ്മമാർക്ക് പ്രതിമാസം 500 രൂപ വെച്ച് കൊടുക്കുന്ന ഒരു ചെറിയ തുകയാണ്. നമുക്കറിയാം ചെറിയൊരു തുകയാണ്. പക്ഷെങ്കിൽ അത് നോക്കിയിരിക്കുന്ന എത്രയോ അമ്മമാരുണ്ടെന്നറിയാം. ഈ 500 രൂപയ്ക്ക് വേണ്ടി നോക്കിയിരുന്നിട്ട് അത് കിട്ടിയിട്ട് എണ്ണയും കുഴമ്പും മരുന്നും വാങ്ങിക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ഒട്ടേറെ അമ്മമാരുണ്ട്. അവർ ഞങ്ങളെ വിളിക്കാറുണ്ട്. മറ്റൊന്നാണ് ക്നാനായ റഹ്മോ ഡയാലിസിസ് പദ്ധതി. നമുക്കറിയാം കിഡ്നി രണ്ടും തകരാറിലായവർക്ക് പിന്നെയുള്ള ചികിത്സാ മാർഗം എന്ന് പറഞ്ഞ ഡയാലിസിസ് വളരെ സാമ്പത്തിക ചെലവുള്ള പണച്ചിലവുള്ള ഒരു ചികിത്സാ രീതിയാണ്. അത് സാധാരണക്കാരനെ കൊണ്ട് താങ്ങാനാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു സഹായം എത്തിക്കുക എന്നുള്ള നിലയിലാണ് സുവിശേഷമായം ഡയാലിസിസ് പദ്ധതി ഏർപ്പെടുത്തിയത്. മറ്റൊന്നാണ് സുവിശേഷമായത്തിന്റെ ഏറ്റവും ജനകീയമായ ജനപ്രീതി നേടിയ ജനമനസ്സുകളിലേക്ക് ഇടം നൽകിയ ഒരു പദ്ധതിയാണ് പാർപ്പിട പദ്ധതി, ഭവനദാന പദ്ധതി. സുവിശേഷമായത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടപ്പാക്കിയ ഒരു പരിപാടിയാണ്. ഇന്ന് ഈ പദ്ധതിയിലൂടെ 136 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനമെന്ന സ്വപ്നം പൂവണിയുവാനായിട്ട് സഹായിക്കുവാൻ സുവിശേഷമായത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചികിത്സാ സഹായം തുടങ്ങി ഒട്ടേറെ ചെറുതും വലുതുമായി എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സുവിശേഷമായും ചെയ്യുന്നത്. സുവിശേഷമായത്തിന് എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന നന്മ നിറഞ്ഞ നിങ്ങൾ ഓരോരുത്തരുടെയും നിർലോഭമായ സഹകരണങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് സുവിശേഷമായി ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്കറിയാം ക്നാനായ സുവിശേഷമായത്തിന്റെ കൺവെൻഷനോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ ഓരോരുത്തരുടെയും വീടുകളിലും ഇടവകളിലും സന്ദർശിച്ചപ്പോൾ എത്ര ആത്മാർത്ഥമായിട്ടാണ്, എത്ര ക്രിയാത്മകമായിട്ടാണ് നിങ്ങളൊക്കെ ഞങ്ങളോട് പ്രതികരിച്ചത്. ഓരോരുത്തരും സംഭാവനകൾ നൽകുന്നത് നിങ്ങൾക്കറിയാമോ. കണ്ണുനീരിന്റെ നനവുള്ള ഒട്ടേറെ അപേക്ഷകൾ ഇപ്പോഴും വളരെ പ്രതീക്ഷയോടെ സുവിശേഷമായത്തിന്റെ മുമ്പിലുണ്ട്. പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ ഒരു പ്രതീക്ഷയാണ് സുവിശേഷമായത്തിന്റെ അപേക്ഷകൾ കൊടുത്താൽ അതിനൊരു സഹായം, ഒരു പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കണ്ണുനീരിന്റെ നനവുള്ള ഒട്ടേറെ അപേക്ഷകൾ സുവിശേഷമായത്തിനുണ്ട്. പക്ഷെങ്കിൽ സുവിശേഷമായത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം പലരെയും സഹായിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക ലഭ്യത അനുസരിച്ച് സുവിശേഷമായം അപേക്ഷ ലഭിച്ച എല്ലാവരെയും സഹായിക്കണം എന്ന് തന്നെയാണ് സുവിശേഷമായത്തിന്റെ ലക്ഷ്യവും ആഗ്രഹവും. സുവിശേഷമായത്തിന്റെ ഇന്നത്തെ ഈ വളർച്ചയിൽ സുവിശേഷമായും ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് മറ്റാരുമല്ല, ക്നാനായ സമുദായത്തിന്റെ മിഷൻ ഡയറക്ടറായിരിക്കുന്ന വന്യ റവറൻ ഡോക്ടർ AT എബ്രഹാം അച്ഛൻ. അച്ഛന്റെ ആ വലിയ സഹായവും സഹകരണവും കൊണ്ടാണ് സുവിശേഷമായം ഇന്നത്തെ നിലയിലായിരിക്കുന്നത്. അച്ഛനെ മറന്നുകൊണ്ട് സുവിശേഷമായത്തിന് മുന്നോട്ട് പോകാനായില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ പോയി സന്ദർശിച്ചു. വളരെ കാര്യമായിട്ട് സുവിശേഷമായത്തെക്കുറിച്ചും കൺവെൻഷനെ കുറിച്ചും ഒക്കെ അച്ഛൻ വിവരങ്ങൾ ആരാഞ്ഞു. അച്ഛനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അച്ഛനിൽ നിന്ന് ലഭിച്ചു. അപ്പോൾ ഈ അച്ഛന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം ഇപ്പോൾ ഈ കൺവെൻഷൻ ഹാളിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നില്ല. അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് ക്നാനായ സുവിശേഷമായത്തിന്റെ പ്രസിഡന്റും ക്നാനായ സമുദായ വലിയ മെത്രാപ്പോലീത്തായുമായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവോറിയസ് തിരുമേനിയാണ്. സുവിശേഷമായത്തിന്റെ പ്രസിഡന്റാണ്. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്. ഓരോ ദിവസവും വിളിച്ച് ഓരോ കാര്യങ്ങളുടെയും പ്രോഗ്രസ്സുകൾ മനസ്സിലാക്കി എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കത്തക്ക വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന അഭിവന്യ സമുദായ മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവോറിയസ് തിരുമേനിയെ വളരെ സന്തോഷത്തോടെ ഭക്തി പരസ്പരം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അടുത്തത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സുവിശേഷമായത്തിന്റെ വൈസ് പ്രസിഡന്റ് എത്രയും ബഹുമാനപ്പെട്ട ബെന്നി എബ്രഹാം മാമലശ്ശേരി അച്ഛനാണ്. നമുക്കറിയാം കഴിഞ്ഞ 6 വർഷങ്ങളായി ഈ കൺവെൻഷന്റെ ഉദ്ഘാടന സമയത്ത് അധ്യക്ഷനായിരിക്കുന്നത് അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനിയായി. ഈ കൺവെൻഷന്റെ സമാപന സന്ദേശം നടക്കുമ്പോൾ അവിടെ സമാപന സന്ദേശം നൽകുന്നത് അഭിവന്യ ഈവാനിയോസ് തിരുമേനിയായി. കഴിഞ്ഞ 6 വർഷങ്ങളായി ഈ കൺവെൻഷനിലും വളരെ ആത്മാർത്ഥമായിട്ട് തിരുമേനിയെ ക്ഷണിച്ചിരുന്നു. 2 തിരുമേനിമാരെയും ക്ഷണിച്ചിരുന്നു. സുവിശേഷമായത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും സുവിശേഷമായത്തിന്റെ ജനറൽ കൺവീനറും വിളിച്ചിരുന്നു. പക്ഷേ അവർക്ക് ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ മൂലം ഈ കൺവെൻഷന് വന്നെത്തുവാനായിട്ട് സാധിക്കില്ല എന്നാണ് അറിയിച്ചത്. അതുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷനായി ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ, സുവിശേഷമായ വൈസ് പ്രസിഡന്റ് അച്ഛനെ ഈ അധ്യക്ഷനാക്കേണ്ടി വന്നു. അച്ഛനാണ് ഈ സുവിശേഷമായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തമായ നേതൃത്വത്തോട് മുൻപിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷമായത്തെ നയിക്കുന്നത്. അച്ഛനെ വളരെ സന്തോഷത്തോടെ
നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുവിശേഷമായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മുന്നിൽ നിന്ന് അച്ഛനാണ് നയിക്കുന്നത്. കൺവെൻഷൻ ആരംഭ ദിവസത്തിൽ തന്നെ മുഖ്യ പ്രാസംഗികനായി എത്തേണ്ടത് ബഹുമാനപ്പെട്ട റൂബിൽ രാജ് സാറാണ്. സാർ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തുമെന്നാണ് അറിയിച്ചത്. അച്ഛൻ വന്നതിന് ശേഷം സാർ വന്നതിന് ശേഷം സാറിനെ സ്വാഗതം ആശംസിക്കാം എന്ന് കരുതുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച വികാരി ജനറാളും ക്നാനായ അസോസിയേഷൻ പ്രസിഡന്റുമായിരിക്കുന്ന എത്രയും പ്രിയപ്പെട്ട ബി ഐ എബ്രഹാം ഇളയശ്ശേരിലച്ഛൻ. അച്ഛൻ കുറെ വർഷങ്ങളായിട്ട് കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അച്ഛനെയും ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കൺവെൻഷന്റെ ജനറൽ കൺവീനർ MV തോമസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷമായത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഈ MV ജനറൽ കൺവീനർ എന്ന നിലയിൽ ഈ പ്രായാധിക്യത്തെയും തൃണവൽക്കരിച്ചുകൊണ്ട് എല്ലാ ഇടവകളിൽ ഓരോ ആഴ്ചയും ഒരു ഞായറാഴ്ച പോലും ഇല്ലാതെ എല്ലാ ഞായറാഴ്ചയും വിവിധ ഇടവകൾ സന്ദർശിക്കുകയും ഭവനങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്ത വളരെ കാര്യക്ഷമമായി എല്ലാ കാര്യങ്ങളും നടത്തുന്ന ബഹുമാനപ്പെട്ട MV തോമസ് മംഗലത്തിനെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷമായത്തിന്റെ ട്രസ്റ്റി സജി മുണ്ടയ്ക്കൽ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളിലും, പിരിവിന്റെ കാര്യത്തിലായാലും കളക്ഷന്റെ കാര്യത്തിലായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് നയിക്കുന്ന ട്രസ്റ്റി സജി മുണ്ടയ്ക്കലിനെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷമായത്തിന്റെ ജോയിന്റ് സെക്രട്ടറി തങ്കച്ചൻ ഇടയാടിച്ചിറയും വളരെ സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ എന്റെ മുമ്പിലിരിക്കുന്നു. അവരെ ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ നിർലോഭമായ സഹകരണം കൊണ്ടാണ് ഇടവക സന്ദർശിക്കുന്നതിനും സുവിശേഷമായത്തിന്റെ ഫണ്ട് കളക്ഷൻ നടത്തുന്നതിനും ഒക്കെ സാധിച്ചത്. അവരെയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ക്നാനായ കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ മുമ്പിൽ വന്നിരിപ്പുണ്ട്. അവരെ ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടുകൂടി സുവിശേഷമായത്തിന് എല്ലാ പിന്തുണയും നൽകുന്ന ക്നാനായ കമ്മിറ്റിയും ക്നാനായ കമ്മിറ്റി അംഗങ്ങളെയും പ്രിയപ്പെട്ട TO എബ്രഹാം സമുദായ സെക്രട്ടറി ഇവിടെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ഉൾപ്പെടെ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കന്യാസ്ത്രീകൾ, സമർപ്പിതരായ കന്യാസ്ത്രീകളെ ഈ സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ കൊയറിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ചിക്കുവച്ചൻ, അതുപോലെ തന്നെ ബിജു വെളിയനാട്, എല്ലാവരെയും അതിന്റെ കൊയർ ടീം അംഗങ്ങളെ മുഴുവനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കൺവെൻഷൻ ടെലികാസ്റ്റ് ചെയ്യുന്നത് സൗജന്യമായിട്ട് വർഷങ്ങളായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന മന്നാവിഷനെയും പ്രത്യേകിച്ച് മജ ഉൾപ്പെടെയുള്ള മന്നാവിഷന്റെ എല്ലാ ടീം അംഗങ്ങളെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷമായത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന്റെ നട്ടെല്ലായി കൊണ്ട് നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.